നമ്മുടെ സ്വയം കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം ഒരു വീഡിയോ ഞാൻ അയച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വയം അതിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി വെക്കാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു. അതായത് സ്വയത്തിൽ നമ്മൾ നമ്മുടെ മെയിൽ ഐ ഡി വെച്ച് ഒരു പാസ്വേഡ് യൂസർ നെയിം സെറ്റ് ചെയ്ത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അത് പൂർത്തിയാക്കിയിട്ടുള്ള ആളുകൾക്ക് മാത്രമുള്ള വോയിസാണ്. പൂർത്തിയാക്കാത്തവർ ഇങ്ങനെ ചെയ്താൽ കിട്ടില്ല. അതുകൊണ്ടാണ് പൂർത്തിയാക്കിയിട്ട് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ എടുത്ത് കഴിഞ്ഞാൽ ഡാഷ്ബോർഡിൽ കൃത്യമായിട്ട് നമ്മുടെ മെയിൽ അഡ്രസ്സും മറ്റവിടെ കാണാൻ കഴിയും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത് ഈ കോഴ്സ് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം അത് പൂർത്തിയാക്കണം. അത് പൂർത്തിയാക്കണമെങ്കിൽ മുമ്പുള്ള വീഡിയോ കണ്ടേ മതിയാകൂ, അത് വോയിസ് കേട്ടേ മതിയാകൂ. ഓക്കെ, അപ്പോൾ അത് പൂർത്തിയാക്കിയിട്ടുള്ള ആളുകൾ, അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ആൻഡ്രോയിഡ് ഫോണിൽ മാത്രമേ ആപ്പ് അവൈലബിൾ ഉള്ളൂ. അല്ലാത്ത ആളുകൾ നിങ്ങളുടെ പാസ്വേഡ് യൂസർ നെയിം നിർബന്ധമായിട്ടും അത് മറക്കാതെ നിങ്ങളുടെ കയ്യിൽ വേണം. കാരണം ആ പാസ്വേഡ് യൂസർ നെയിം വെച്ച് മാത്രമേ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ മുഴുവനും, അതായത് നിങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാണ്ട് അതാവട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാം രജിസ്ട്രേഷൻ ആവട്ടെ, അത് കഴിഞ്ഞ് നിങ്ങളുടെ റിസൾട്ട് ആവട്ടെ, ഇവൻ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് വരെ ഇത് വഴിയാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ പാസ്വേഡ് യൂസർ നെയിം നിങ്ങൾ എക്സാം കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുന്നത് വരെ നിങ്ങൾക്ക് മസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ വേണം. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ ആളുകൾ നമ്മളിപ്പോൾ ഉദ്ദേശിച്ചിരുന്ന 2 കോഴ്സുകൾ പ്രധാനമായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷമൊക്കെ കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്തിരുന്ന 4 വീക്സിൻ്റെ കോഴ്സുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുള്ള ആളുകൾ അവർ കോഴ്സിൻ്റെ കാറ്റലോഗ് എടുക്കുക. കാറ്റലോഗ് എടുത്താൽ ടീച്ചർ എഡ്യൂക്കേഷൻ കാണാം. അതിൽ 4th 1 ആ ടീച്ചർ എഡ്യൂക്കേഷൻ എടുക്കുക. ഇതിൽ വീണ്ടും ടീച്ചർ എഡ്യൂക്കേഷൻ എടുക്കുക. ഇതിലൊരുപാട് കോഴ്സ് ഇപ്പോൾ ഓൺഗോയിങ് ആണ്. ഓക്കെ, ഇതിലൊരുപാട് കോഴ്സ് ഓൺഗോയിങ് ആണ്. അപ്പോൾ ഓൺഗോയിങ് ആയിട്ടുള്ള കോഴ്സിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിതിൽ ഒരുപാട് കോഴ്സ് ഉണ്ട്. ഇതിൽ 4 വീക്സിൻ്റെ കോഴ്സ് താഴോട്ട് പോയാൽ 4 വീക്സിൻ്റെ കോഴ്സ് നമുക്ക് കിട്ടും. ഓക്കെ, ഇതവിടെ ICT ഇൻ ടീച്ചിങ് ആൻഡ് ലേണിംഗ്. എല്ലാ ആളുകളും ഒറ്റ കോഴ്സ് എടുക്കലേക്ക് നന്നാവുക. അതായിരിക്കും നിങ്ങളുടെ ഇതിന് അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ഇതിൽ കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരും. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്ത ആൻസേഴ്സ് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യലാണ്. അത് ഇതിൽ തന്നെ ഈ ആപ്പ് വഴി ഐഫോണുള്ള ആളുകൾ അവരുടെ വെബ്സൈറ്റ് വഴിയാണ്, ഈ സ്വയത്തിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് പ്രത്യേകിച്ച് അസൈൻമെൻറ്റ്സ് നമ്മൾ എഴുതാൻ പറ്റൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയത്തിൽ മാത്രം നമ്മൾ എല്ലാവരും ഒറ്റ സബ്ജക്റ്റ് നമ്മൾ ഈ ഒരു കോഴ്സ് ഒറ്റ കോഴ്സ് തന്നെ എല്ലാവരും സെലക്ട് ചെയ്താലുള്ള ഉപകാരം എന്ന് പറയുന്നത്, നമുക്ക് അസൈൻമെൻറ്റ്സിൻ്റെ വിഷയത്തിലൊക്കെ ഒരു 1-2 ആളുകൾ ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും എന്ത് ചെയ്യുക, എല്ലാവർക്കും സെയിം ക്വസ്റ്റ്യൻസാണ് വരിക, എല്ലാവർക്കും ഒരേ ക്വസ്റ്റ്യൻസാണ് വരിക. അപ്പോൾ ആ വിഷയത്തിലൊക്കെ നമുക്ക് കുറച്ച് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ 1-2 ആൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഗ്രൂപ്പിലിട്ടാൽ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സാമിന് നോട്ടിഫിക്കേഷൻ, അസൈൻമെൻറ്റ്സിന് നോട്ടിഫിക്കേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മെയിലിലേക്കാണ് വരിക. അപ്പോൾ ഒരാൾക്ക് മെയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, മറ്റുള്ളവർക്ക് നമുക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഗ്രൂപ്പിൽ കോമൺ ആയിട്ട് അറിയിച്ച് അത് ഒന്നിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഞാൻ ഏതെങ്കിലും കോഴ്സ് എടുത്താൽ പോരെ എന്ന് ചിന്തിക്കേണ്ട. എല്ലാവരും നമുക്ക് എടുക്കേണ്ടത്, നിങ്ങൾ മുമ്പെപ്പോൾ പലപ്പോഴും പല ആളുകളും ചോദിച്ചിരുന്നു, സ്വയം കോഴ്സ് ഞങ്ങൾ പലതും മുമ്പ് ചെയ്തിട്ടുണ്ട്, അത് മതിയാകില്ല. ഈ ഒരു കോഴ്സിൻ്റെ ഡ്യൂറേഷനിൽ തന്നെ നമ്മൾ കോഴ്സ് ചെയ്തിരിക്കണം. ആ ചെയ്യുന്ന കോഴ്സ് തന്നെ ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു കാറ്റലോഗിലുള്ള കോഴ്സ് തന്നെ ആയിരിക്കണം. അതിൽ തന്നെ 2 ക്രെഡിറ്റ്സ് ഉള്ള കോഴ്സാണ് നമുക്ക് ചെയ്യേണ്ടത്. അതിൽ ഈ ICT ഇൻ ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്നുള്ള കോഴ്സ് അതിന് ഏറ്റവും അപ്റ്റാണ്. നോർമലി കോളേജിൽ നിന്നൊക്കെ സജസ്റ്റ് ചെയ്യുന്ന കോഴ്സ് ഇതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 4 വീക്സിൻ്റെ ICT എന്നുള്ള വേറെ ഒരു കോഴ്സ് അവിടെ കാണാം. വെറും ICT എന്ന് നോക്കിയിട്ട് കാര്യമില്ല. ICT ഇൻ ടീച്ചിങ് ആൻഡ് ലേണിംഗ് അത് നടത്തുന്ന ഏജൻസി ഏതാണെന്ന് വെച്ചാൽ NITTTR ഒരു ഏജൻസിയാണ്. നേരെ മുകളിൽ ICT എന്ന് കാണുന്നുണ്ട്. അത് 12 വീക്സിൻ്റെ കോഴ്സാണ്. അത് ആരും സെലക്ട് ചെയ്യരുത്. അത് പ്രത്യേകം മനസ്സിലാക്കുക. ICT ഇൻ ടീച്ചിങ് ആൻഡ് ലേണിംഗ് അത് ICT സ്കിൽസ് ഇൻ എഡ്യൂക്കേഷനാണ്. അതല്ല നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ICT സ്കിൽസ് ഇൻ എഡ്യൂക്കേഷൻ എന്ന കോഴ്സല്ല സെലക്ട് ചെയ്യേണ്ടത്. ICT ഇൻ ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്ന് പറയുന്ന 4 വീക്സിൻ്റെ, അത് പ്രത്യേകം നോക്കുക, 4 വീക്സിൻ്റെ കോഴ്സാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഈ പറഞ്ഞ മെയിൽ ID ഒക്കെ വെച്ച് ജോയിൻ ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, താഴെ ജോയിൻ ബട്ടൺ ഉണ്ടാവും. ഈ ജോയിൻ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഫില്ല് ചെയ്യേണ്ടാവും. അതാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, ഈ മെയിൽ ID വെച്ച് രജിസ്റ്റർ ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ പിന്നെ ഡയറക്റ്റ് രജിസ്ട്രേഷനിലേക്കാണ് എന്ത് ചെയ്യുക, ഓപ്പൺ ആവുക. ഇവിടെ നമ്മുടെ പേര് അടിച്ചു കൊടുക്കുക, നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക, നമ്മുടെ മെയിൽ ID ഇവിടെ ഓൾറെഡി ഉണ്ട്. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക, ഏതിലൊന്ന് സെലക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ജെൻഡർ സെലക്ട് ചെയ്യുക, പിന്നെ കൺട്രി, പിൻകോഡ്, അതുപോലെ സ്റ്റേറ്റ്. പിൻകോഡ് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് സ്റ്റേറ്റ് അവിടെ സെലക്ട് ആവും. നമ്മുടെ പ്രൊഫഷൻ, അത് നിർബന്ധമായി നിങ്ങൾ നോക്കേണ്ടത് പ്രൊഫഷൻ നിങ്ങൾ സ്റ്റുഡൻറ്റേ കൊടുക്കാവൂ. കാരണം നിങ്ങൾ റെഗുലർ സ്റ്റുഡൻസാണ്. ഓക്കെ, ഞാൻ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് അല്ലെങ്കിൽ ഞാൻ ടീച്ചറാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പാടില്ല. അവിടെയൊക്കെ നിങ്ങൾ കൊടുക്കേണ്ടത് സ്റ്റുഡൻ്റ് എന്ന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ അതേതാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കൊടുക്കുക. മാസ്റ്റേഴ്സ് കൊടുക്കുക, മാസ്റ്റേഴ്സ് കൊടുക്കുക.
പിന്നെ നമുക്കത് കൊടുക്കാൻ പറ്റും. ഇയർ ഓഫ് ഗ്രാജുവേഷൻ ഫസ്റ്റ് ഇയർ, പിന്നെ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഇയർ ഏതാണെന്ന് എന്ത് ചെയ്യുക, നമ്മൾ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഇയർ കൊടുക്കുക. ഏത് ഇയർ നമ്മൾ ഗ്രാജുവേറ്റ്, അതൊന്നും വലിയ കാര്യമുള്ളതല്ല. പിന്നെ ABC അക്കൗണ്ട് ഉണ്ടോ ഇല്ലെന്ന് ചോദിക്കുന്നുണ്ട്. ABC അക്കൗണ്ട് ഇല്ല എന്ന് കൊടുത്താൽ മതി. നോർമലി ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിലൊക്കെ ഒരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ് നിർബന്ധമായിട്ടും ABC അക്കൗണ്ട് വേണം. ഈ ABC അക്കൗണ്ട് എന്ന് പറയുന്നത് UGCയുടെ പിന്നെ നിർദ്ദേശപ്രകാരം നടക്കുന്നൊരു അക്കൗണ്ടാണ്. ഇതിൻ്റെ അതേ സ്ഥാനത്താണ് നമ്മളിപ്പോൾ നിലവിൽ യുമിസ് ID എന്നൊരു ID ഉണ്ടാക്കിയല്ലോ. UGC നടപ്പിലാക്കിയിട്ടുള്ള ആ ID തമിഴ്നാട്ടിലെ സംസ്ഥാന തലത്തിൽ നടപ്പിലാക്കിയതിൻ്റെ പേരാണ് യുമിസ് എന്നുള്ളത്. അപ്പോൾ ABCയും യുമിസും ഏതാണ്ട് ഒന്നാണ്. ABC എന്നുള്ളത് സെൻട്രൽ ഗവൺമെൻറ്റുമായി എന്താ പറയുക, രാജ്യത്തെ മൊത്തം യൂണിവേഴ്സിറ്റികളിൽ നടപ്പിലാക്കാൻ വേണ്ടി UGC നിർദ്ദേശിച്ചതാണ്. യുമിസ് എന്ന് പറയുന്നത് തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെൻറ് അവിടെ സ്റ്റേറ്റിൽ നടപ്പിലാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള അക്കൗണ്ടാണ്. അപ്പോൾ ഏതായാലും അത് ഉള്ള ആളുകൾ ഉണ്ടെന്ന് കൊടുക്കുക. എന്താണ് ABC അക്കൗണ്ട് ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ യൂട്യൂബ് നോക്കുക. ഏതാണ്ട് നിങ്ങൾക്കൊക്കെ അത് അറിയണം, ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് അത് അറിയേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇല്ലയെന്ന് കൊടുക്കാം, ഉള്ള ആളുകൾ കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, രണ്ട് നീ അഗ്രി കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചാപ്റ്റർ ഇവിടെ നോ കൊടുക്കുക. കോളേജിൻ്റെ സ്റ്റേറ്റ് കൊടുക്കേണ്ടത് തമിഴ്നാടാണ് കൊടുക്കേണ്ടത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ കേരളം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോളേജിൻ്റെ പേരവിടെ കിട്ടില്ല. തമിഴ്നാടാണ് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മുടെ കോളേജിൻ്റെ പേര് നോക്കാം. ഇപ്പോൾ JJ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ 2 കോളേജുണ്ട്. അത് ഓരോ കോളേജുകളുടെയും കോഡ് നോക്കിയിട്ട് വേണം. അത് ഞാൻ ഓരോ കോളേജുകൾക്കും, ഇപ്പോൾ ഇത് കോമൺ ആയിട്ടാണ് ചെയ്യുന്നത്. എല്ലാവരും 5-6 കോളേജുണ്ട്, എല്ലാവർക്കും കോമൺ ആയിട്ട് ചെയ്യുന്നത്. ഓരോ കോളേജിൻ്റെ പേര് ഇതിലുണ്ടാവും. ഇപ്പോൾ ഓരോ കോളേജ് കൃത്യമായിട്ട് അറിയാമല്ലോ. ന്യൂ ഐഡിയൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ ഇതിലുണ്ട്. ഇന്ദ്രഗണേശൻ IG എന്ന് പറയുന്നത് ഇന്ദ്രഗണേശനാണ്. ഇന്ദ്രഗണേശൻ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് നഴ്സിംഗ്, ഇന്ദ്രഗണേശൻ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്. അപ്പോൾ ഏത് കോളേജിലാണോ നിങ്ങളുള്ളത് ആ കോളേജാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ നിങ്ങളുടെ റോൾ നമ്പർ കൊടുക്കുക. റോൾ നമ്പർ എന്ന് പറയുന്നത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുത്താൽ മതി. റോൾ നമ്പർ പ്രത്യേകിച്ച് കൊടുക്കണമെന്നില്ല. ഓക്കെ, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എടുത്തിട്ടുള്ള ഡിഗ്രി ഏതാണെന്നുള്ളത് ഇപ്പോൾ നിലവിൽ ചെയ്തുണ്ട്. നമ്മൾ എന്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത് സ്വയം ചെയ്യുന്നത് എന്നത് അതർ കൊടുത്താൽ മതി. അതിൽ പ്രത്യേകിച്ചും കൊടുക്കേണ്ട ആവശ്യമില്ല. ഡിപ്പാർട്ട്മെൻറ്റ് വഴി കൊടുക്കുക. അവിടെ അതർ കൊടുത്തിട്ട് BEd കേട്ടോ. ഇവിടെ മൊത്തത്തിൽ നോക്കുമ്പോൾ BEd കാണില്ല. അവിടെ അതർ കൊടുത്തിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യുക, BEd സെലക്ട് ചെയ്യുക. ഇയർ ഓഫ് സ്റ്റഡി ഫസ്റ്റ് ഇയർ കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ആൻഡ് ജോയിൻ. ഇതോടുകൂടെ നമ്മുടെ എന്തോ ഒരു പോയിട്ടുണ്ട്. റോൾ നമ്പർ കൊടുക്കുക. ഓക്കെ, റോൾ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇതോടുകൂടെ നമ്മൾ കോഴ്സിൽ ജോയിൻ ആയി. ഇത്രയാണ് കോഴ്സിൽ ജോയിൻ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ്. ഈ വീഡിയോ കാണാണ്ട് ജോയിൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സംശയം ഉണ്ടാവും. ഇപ്പോൾ സ്റ്റേറ്റിലുള്ളടുത്ത്, തമിഴ്നാടെന്നുള്ളടുത്ത്, പിന്നെ കേരള കൊടുക്കും. അപ്പോൾ കേരള കൊടുത്താൽ നമ്മൾ സെർച്ച് ചെയ്ത കോളേജൊന്നും കാണില്ല. നമ്മളെ കോളേജൊക്കെ അതിലുണ്ടാവും, പക്ഷേ നമ്മൾ സെർച്ച് ചെയ്താൽ കാണണ്ട. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ചെയ്യാം. ഓക്കെ.